ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. ചില പരിപാടികളൊക്കെ ഒപ്പിക്കാൻ എന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു മാസത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒക്ടോബർ മാസം മാതാവിൻ്റെ മാസമാണ്, കൊന്ത മാസമാണ്. അപ്പോൾ ഈ ഒരു കൊന്ത മാസത്തിൽ ഞാൻ മാതാവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാറുണ്ട്. ഒന്നല്ലെങ്കിൽ വീട്ടിൽ തന്നെ കൊന്ത ചെല്ലാൻ വരുന്ന സമയത്താണെങ്കിൽ വരുന്ന ആളുകൾക്കൊക്കെ കൊന്തയുണ്ടാക്കി അത് വെഞ്ചിരിച്ച് അച്ഛനെ കൊണ്ട് വെഞ്ചിരിപ്പിച്ച് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പള്ളിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കും, മാതാവിനെ അലങ്കരിക്കുന്ന പണിയിൽ പങ്കെടുക്കും. അതെനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പം തന്നെ പള്ളിയിലെ മാതാവിനെ അലങ്കരിക്കുന്ന ആ ഒരു പണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ യൂണിറ്റിൽ നിന്നും ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഈ മാസം, ഈ ഒരു കൊല്ലം, ഈ ഒരു മാസം നമുക്ക് നമ്മളുടെ വീടുകളിൽ ഓരോ ദിവസം മാതാവിൻ്റെ മുൻപിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊന്ത ചെല്ലേണ്ട ആ ഒരു ദിവസം അടുക്കാനായിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാസം തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ചെറിയൊരു കൊച്ചു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ഫേമസ് ഒന്നും ആയിട്ടില്ല, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാനായിട്ട് അറിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, കൊന്തമാസമാണ്, മാതാവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിട്ടുപോകാറുണ്ട്. ചിലപ്പോഴൊന്നും നമുക്ക് തോന്നാത്ത കുറച്ച് സിറ്റുവേഷനുകളുണ്ട്. എന്നാലും ചില ദിവസങ്ങളിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കൊന്തകളൊക്കെ ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത് ലാസ്റ്റ് ഡേ ആണ്. നമ്മളുടെ കുടുംബ യൂണിറ്റിലുള്ള എല്ലാ വീടുകളിലും കയറി കഴിഞ്ഞ് ലാസ്റ്റത്തെ ഡേ ആയിട്ടാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മാതാവിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മാതാവിൻ്റെ പല രൂപത്തിലുള്ള ഫോട്ടോസും കണ്ടിരുന്നു. അങ്ങനെ അതിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട മാതാവിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് അത്രയും സൗമ്യമായിട്ടുള്ള ആ ഒരു മുഖം കാണുന്ന മാതാവിനെ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതേപോലെ കുറച്ച് കാർഡുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു കാർഡിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഒരു വചനം കൂടിയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വചനത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു കാർഡ് രണ്ട് പുറം വശങ്ങളിലും അടിക്കുന്നുണ്ട്. ഒരു വശത്ത് മാതാവിൻ്റെ സൗമ്യമായ മുഖത്തോട് കൂടിയിട്ടുള്ള ഫാത്തിമ മാതാവിൻ്റെ പിക്ചറാണ് വെച്ചിട്ടുള്ളത്. മറുവശത്ത് ഈശോയ്ക്ക് വേണ്ടിയിട്ടൊരു വചനം, ഈശോ എഴുതിയിട്ടുള്ള ഒരു നല്ലൊരു വചനം, എല്ലാവരുടെയും ഉള്ളംകൈയിൽ സൂക്ഷിക്കാൻ പാകത്തിനുള്ള ഒരു നല്ല വചനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മളുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാതാവിനെ കൊണ്ടുപോകും. സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇത് ഫാത്തിമ മാതാവാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. മാതാവിൻ്റെ ഒരുപാട് രൂപങ്ങൾ, അതിൽ നിന്നും ഒരു പിക്ചർ ഞാൻ നോക്കിയെടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിലോട്ട് കൊണ്ടുവരുന്ന മാതാവും ഫാത്തിമ മാതാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ഫാത്തിമ മാതാവാണ് എന്നുള്ളത് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ചിലപ്പോൾ മാതാവായിട്ട് ആ ഒരു മാതാവായിട്ട് തന്നെ എനിക്ക് ഈ ഒരു പിക്ചർ കാണിച്ചു തന്നതാണെന്ന് ഒരു സൂചന മനസ്സിലങ്ങനെ പെട്ടെന്ന് തോന്നിപ്പോയി. ശരിക്കും എനിക്ക് അതിശയം തോന്നി. ഞാൻ സെർച്ച് ചെയ്തതും ഫാത്തിമ മാതാവ്, ഞാൻ കാർഡിലടിച്ചതും ഫാത്തിമ മാതാവ്, നമ്മളുടെ വീട്ടിലോട്ട് വരുന്നതും ഫാത്തിമ മാതാവ് തന്നെ. നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ ഒരു മാതാവിൻ്റെ രൂപം ലൂർദ് പള്ളിയിലുള്ള ലൂർദ് മാതാവാണ്. അപ്പോൾ നമ്മൾക്ക് യൂണിറ്റിലുള്ള ആ ഒരു മാതാവിൻ്റെ രൂപം എന്ന് പറയുന്നത് ഫാത്തിമ മാതാവാണ്. അപ്പോൾ ശരിക്കും ഒരു അത്ഭുതമെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. മറ്റുള്ളവർക്ക് അതെങ്ങനെയാവുമെന്ന് അറിയില്ല. അമ്മ എനിക്ക് പറഞ്ഞു തന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ കൊന്തയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, വീട്ടിൽ കൊന്ത വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു മാതാവിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കാർഡിൽ അടിച്ചിട്ടുള്ള ആ ഒരു മാതാവിൻ്റെ രൂപവും രണ്ടും ഫാത്തിമ മാതാവ് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ചെറിയൊരു അത്ഭുതം നടന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്നിവിടെ പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കൊന്ത നിർമ്മാണത്തിനായിട്ട് ഇരിക്കുകയാണ്. ഇത് ഒരുപാട് കാലം മുന്നേ വാങ്ങിയിട്ടുള്ള കൊന്തകളാണ് കേട്ടോ. ഒരു 4-5 വർഷത്തോളം ആയിട്ടുണ്ടാവും. കാരണം ഇവിടെ വീട്ടിൽ ഇതിന് മുന്നേ കൊന്തമാസത്തിൽ നമ്മളുടെ വീടുകളിൽ കൊന്ത ചെല്ലുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിതേപോലെ 10 മണിക്കൊന്ത ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ബാലൻസായിട്ട് ഒരുപാട് മുത്തുകളും അതുപോലെ തന്നെ കുരിശുകളും ബാലൻസ് ഉണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഞാൻ ഇപ്രാവശ്യവും കൊന്ത നിർമ്മിച്ച് കൊടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചു. ഇല്ലെങ്കിൽ അതവിടെ ഇരുന്ന് നാശമായി പോകും. ഞാനിതേപോലെ കൊന്ത നിർമ്മിച്ച് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. ഒരു മാതാവിന് വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 4-5 വർഷം അത് കൊന്ത മണികൾ അങ്ങനെ അടച്ചു വെച്ചത് കൊണ്ട് തന്നെ ഒരു തെളിച്ചക്കുറവുണ്ടായിരുന്നു കൊന്തമണികൾക്ക്. അപ്പോൾ കൊന്തമണികൾ കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളറില്ലാത്ത നെയിൽ പോളിഷ് ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് എല്ലാ മണികളുമേ ഒന്ന് അടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു കവറിൻ്റെ ഉള്ളിലായിട്ട് എടുത്തു വെച്ചത് കൊണ്ട് തന്നെ നമ്മളുടെ കുരിശുകളുടെ ആ ഒരു കളറിനും ഒരു മങ്ങൽ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കുരിശുകൾക്കും ആദ്യം ഒരു സിൽവർ കളറിലുള്ള നെയിൽ പോളിഷാണ് അടിച്ചു കൊടുത്തത്. അത് ഒരു ഭംഗി അതിന് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പുതുമ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിൽവർ കളറിലുള്ള നെയിൽ പോളിഷ് അടിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു കുരിശിന് ഒരു പുതുമ വന്നതുപോലെ തോന്നി. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു നെയിൽ പോളിഷ് പിന്നീട് ഈ ഒരു സിൽവർ കോട്ടിന്മേൽ കൂടെ ഒന്നും കൂടി അടിച്ചപ്പോൾ ആ ഒരു കുരിശിന് കുറച്ചും കൂടി ഒരു ഗ്ലേസിങ് കിട്ടി. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇനി ഇതേപോലെ കുരിശുകളും കൊന്തകളും ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് പുതിയത് വാങ്ങി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ വേറെ കുരിശുകളും മുത്തുകളൊന്നും വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നൂലും എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു. അത് നമ്മൾ അടച്ച് സൂക്ഷിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പുതുമ ചെറുതായിട്ട് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമുക്ക് കൊടുക്കുന്നവർക്കും ഒരു സംതൃപ്തിയോടു കൂടി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 15-20ഓളം എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളുടെ യൂണിറ്റിൽ 20-21ഓളം വീടുകളാണ് ഉള്ളത്. ഇനി അഥവാ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരെണ്ണം എന്ന് വെച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഏകദേശം എല്ലാതും റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഉള്ളിൽ വളരെയധികം സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊന്തമാസം തുടങ്ങുമ്പോൾ ഉള്ളിൽ മനസ്സിലിങ്ങനെ വിചാരിക്കും, ഡെയിലി പള്ളിയിലോട്ട് പോകണം, അതുപോലെ തന്നെ ഒരുപാട് കൊന്തകൾ ചെല്ലണം, അതുപോലെ തന്നെ ഇതേപോലെ കൊന്തമാസത്തിൽ പള്ളിയിലായാലും ഓരോ വീടുകളിലായാലും കൊന്ത തുടങ്ങുമ്പോൾ മുടങ്ങാതെ പോകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിനിടയിൽ ഒരു തടസ്സമായിട്ട് സാത്താൻ നമ്മളുടെ ഇടയിലോട്ട് കയറി വരും എന്ന് പറയില്ലേ, അതുപോലെയാണ് ചില സമയങ്ങളിൽ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പകുതിയാവുമ്പോൾ ഒരു മുടക്കം വരുത്താനായിട്ട് സാത്താൻ എൻ്റെ അടുത്തോട്ട് വരുന്നത് പോലെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് കാര്യത്തിലോട്ട് വരാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിലോട്ട് വരാം. ഞാൻ ഇതേപോലെ ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സിപ്പ് ലോക്ക് കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മാതാവിൻ്റെ ആ ഒരു കാർഡും പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൊന്തയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാതും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. സിപ്പ് ലോക്ക് കവറിലാവുമ്പോൾ സുഖമാണ്. നമുക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അതങ്ങനെ ഉറച്ചിരുന്നോളും. അപ്പോൾ സേഫ്റ്റിയോട് കൂടി ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇത് അച്ഛൻ്റെ കയ്യിൽ വെഞ്ചിരിക്കാനായിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു 2 മിഠായിയും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് കൊന്തയ്ക്ക് വരുമ്പോൾ കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു നേർച്ച എന്നുള്ളൊരു രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു വിഭവം കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ കൂടെ 2 മിഠായിയും കൂടിയും ആഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഉള്ളിൽ തോന്നിയ കാര്യം അപ്പം തന്നെ ചെയ്ത് തീർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ ഒരു മിഠായിയും കൂടി കവറിൻ്റെ ഉള്ളിലാക്കി എല്ലാതും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. മാതാവിൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.